അപ്പോൾ ഇന്ന് ജനുവരി 10 പ്രാക്ടിക്കൽ +2ൻ്റെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങാൻ ഇനി ഏകദേശം 12 ദിവസവും, അതുപോലെ ബോർഡ് എക്സാം തുടങ്ങാൻ ഏകദേശം 55 ദിവസമാണുള്ളത്. ഇന്ന് ജനുവരി 10 മുതൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ 55 ദിവസം കൊണ്ട് ഫുൾ സിലബസ് +2ൻ്റെ ഫുൾ സിലബസ് പഠിച്ച് തീർക്കാൻ പോവുകയാണ്. 55 ദിവസമല്ല, ഏകദേശം ഒരു 45 ദിവസം 50 ദിവസം കൊണ്ട് തീർക്കണം. എന്നാലാണ് മര്യാദയ്ക്ക് 45 ദിവസം 45 ദിവസം അതിനുള്ളിൽ തീർക്കണം. എന്നാലാണ് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് പ്രാക്ടിക്കലായിരിക്കും കൂടുതൽ ഫോക്കസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ മുതൽ മോഡൽ എക്സാം തുടങ്ങും പ്രാക്ടിക്കലിൻ്റെ. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ പ്രാക്ടിക്കലിൻ്റെ അതും C++ ഉണ്ട്. C++ ഏകദേശം 10 പ്രോഗ്രാമുണ്ട്. C++ ഏകദേശം 10 പ്രോഗ്രാമുണ്ട്. ഇത് C++ 10, അതുപോലെ 5 HTML-ഉം 5 SQL-ആണ് ഉള്ളത്. ഇതിൽ SQL ജാതി സിമ്പിളാണ്. HTML കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം, കുറച്ച് ഇരുന്നാൽ മതി. പക്ഷേ C++ ഇത് നമ്മളെ പാടുപെടുത്തും. ഇതിൽ C++ന്ന് ഒരു ചോദ്യം, HTML അല്ലെങ്കിൽ SQL നിന്ന് ഒരു ചോദ്യം, അങ്ങനെ ആയിരിക്കും ഇതിൽ വരിക, പ്രാക്ടിക്കലിൽ വരിക. അങ്ങനെ ടോട്ടൽ 2 ദിവസമായിട്ട് വരും. അപ്പോൾ ഞാനിന്ന് വിചാരിക്കണത് ഈ C++ൻ്റെ ഫുള്ള് ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ട് സെറ്റാക്കി ഏകദേശമൊക്കെ പഠിച്ചു വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് HTML-ഉം SQL-ഉം നാളേക്ക് വയ്ക്കാം. നാളെ മോർണിംഗ് തന്നെ ഇത് 2 തീർത്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ് അത് അങ്ങനെ വലുതുണ്ടെങ്കിൽ അത് നോക്കുക. പ്ലസ് മാത്സിൻ്റെ ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാമിന് എൻ്റെ സ്കൂളിൽ നടത്തുമ്പോൾ മാത്സിന് ടൈമില്ല. അപ്പോൾ മാത്സിൻ്റെ പകുതിയെങ്കിലും ലാബ് പഠിച്ചു വയ്ക്കണം മുന്നേ തന്നെ. അപ്പോൾ നാളെ മാത്സ് അതിൻ്റെ ഒപ്പം നോക്കി വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ക്ലാസ് സൈലത്തിൻ്റെ അതിൻ്റെ ഒന്നല്ല, എക്സാമിൻ്റെ ഒന്നല്ല, ബിന്നസ് മലയാളം ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് അപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. തന്നെ അഭിപ്രായങ്ങൾ അതിൽ പറയാൻ പറ്റില്ല. നാളത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ ഇന്നുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും, അത് ഇംഗ്ലീഷ് ഒരാഴ്ച സമയമുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല ബോർഡ് എക്സാമിന്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1-2 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാം. ഇതിപ്പോൾ അധികം റിവൈസ് ചെയ്യാം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കില്ലാണ്, നമ്മളെങ്ങനെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന അങ്ങനെ സ്കില്ലാണ്. അതുപോലെ ഹിന്ദി ആയാലും ഏകദേശം ലാസ്റ്റത്തെ യൂണിറ്റ് ഒഴിച്ച് എല്ലാം കവേർഡാണ്. അത് കാരണം ഹിന്ദി ലാംഗ്വേജ് സൈഡിൽ നിന്ന് കുഴപ്പമില്ല. പിന്നെ നോക്കാനുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ ഫിസിക്സിൻ്റെ തിയറി ഭാഗം ഏകദേശം ഞാൻ ഓൾമോസ്റ്റ് 9 പാഠം പഠിച്ചു കഴിഞ്ഞ് തോന്നുന്നു. ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്കിൽ നിന്ന് എടുക്കുമ്പോൾ ആകെ 1-1.5 പാഠമാണ് പഠിച്ച് തീർക്കാവുള്ളൂ. ബാക്കിയെല്ലാം തിയറി പാർട്ട് ഞാൻ നോക്കി കഴിഞ്ഞാണ് ഫിസിക്സ്. പക്ഷെ ഞാൻ പ്രോബ്ലം സൈഡ് നോക്കിയിട്ടില്ല, അങ്ങനത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അതൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ മറ്റേ SQL വരെ ഏകദേശം റെഡി ഉണ്ട്. തുടക്കത്തിൽ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓർമ്മയില്ല. അത് ഒരിട്ടൂടി നോക്കണം. CS ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഇവിടെ 3 ദിവസം കൊണ്ട് ഫുള്ള് സിലബസ് തീർക്കാൻ പറ്റും. പിന്നെ പ്രശ്നം വരുന്നത് മാത്സാണ്. മാത്സ്, കെമിസ്ട്രി. മാത്സിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പേടിയുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, അത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രൽസ്, അങ്ങനെ കുറച്ച് ഒരു 3-4 പാഠങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. അതുപോലെ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഞാൻ വരിക്ക് പഠിച്ചിട്ടില്ല. പിന്നെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നില്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ മാത്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. പിന്നെ കെമിസ്ട്രി ഓർഗാനിക് ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. 3 പാഠം ഓർഗാനിക്. എന്നാലും അധികം എനിക്ക് ഓർമ്മയിൽ അധികം നിൽക്കണമെന്നില്ല, കുറേ ഉണ്ടല്ലോ, കുറേ റിലേഷനുള്ള കാരണം. അപ്പോൾ അത് നോക്കണം. അതിൽ മെയിനായിട്ട് ഞാൻ F&D ബ്ലോക്കും കോർഡിനേഷൻ കോമ്പൗണ്ട് അങ്ങനത്തെ അത് മെയിൻ ചാപ്റ്റേഴ്സാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടൊക്കെ അത് നോക്കിയിട്ടില്ല. ഓർഗാനിക് പിന്നെ എനിക്ക് അത്യാവശ്യം നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലിൻ്റെ ഇടയിൽ കൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ
തിയറി ഫോക്കസ് ചെയ്യാൻ പോണത് മാത്സും അതുപോലെ കെമിസ്ട്രി ആയിരിക്കും. അതിൽ മാത്സിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകണം. ഫിസിക്സ് അതിനെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. 45 ദിവസം അതുകൊണ്ട് എല്ലാതും ഏകദേശം ഫിനിഷ് ചെയ്യണം, ചെയ്തേ പറ്റൂ. പ്ലസ് ഞാൻ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതും ടൈം കണ്ട് പിടിക്കണം. ഇപ്പം തന്നെ ലേറ്റായി, ഇന്ന് മുതൽ തുടങ്ങിയില്ലെങ്കിൽ ശരിക്കും വിട്ടു. ഇപ്പോൾ ഏകദേശം സമയം 9:24. ഇതൊക്കെയാണ് എന്നെ ക്ലാസ് നിന്ന് കാണാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ സൈലത്തിൻ്റെ എജിപോർട്ടിൻ്റെ അങ്ങനെ കുറച്ച് അങ്ങനെ പോപ്പുലറായിട്ടുള്ള ചാനൽസിൻ്റെ ഞാൻ ക്ലാസ്സുകൾ കുറച്ച് നോക്കി. അപ്പോൾ അതിൽ കോഡ് അടിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ വ്യത്യാസം പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് എഴുതിയെന്ന രീതിയിലുള്ള കോഡല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു. അത് കാരണം ഇത് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത് നോക്കി ചെയ്യുമ്പോൾ കോഡൊക്കെ റിസൾട്ട് അവസാനം വരുമ്പോൾ സിമിലറായിട്ടുള്ള ഔട്ട്പുട്ടാണ്. ഞാൻ റെക്കോർഡിൽ എഴുതിയ ഏകദേശം സിമിലർ ഔട്ട്പുട്ട്സാണ് കിട്ടുന്നത്. അതാണ് ഞാൻ ഈ ചാനൽ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല, ഞാൻ കാണാൻ പോകണുള്ളൂ. ആകെ ഒരെണ്ണം ഞാൻ നോക്കി ചെയ്തപ്പോൾ ശരിയായി. അത് കാരണം ബാക്കിയെല്ലാം ഇതിൽ നോക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ. അപ്പോൾ മിക്കതും ഞാൻ ഈ C++ തീരുമ്പോഴേക്ക് നിർത്തുക. അതിന് ശേഷം ബാക്കി HTML SQL നാളെ തുടങ്ങും. പ്ലസ് മാത്സിൻ്റെ ലാബ് അതിൻ്റെ പറ്റിയൊക്കെ നാളെ സംസാരിക്കാം. ഇന്ന് ജനുവരി 10 ഇതാണ് ചെയ്യാൻ പോണത്. പിന്നെ നാളെ മിക്ക ദിവസം ഞാൻ വീഡിയോ ഇടും. എക്സാമുള്ള ദിവസം അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നത്തെ ദിവസം മാത്രമായിരിക്കും ചിലപ്പോൾ മിസ് ആക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ദിവസം ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ.